ഹലോ, ഇന്ന് നമ്മൾക്ക് ഭൂമിയിൽ ലഭ്യമായ വെള്ളത്തിന്റെ 100% വെള്ളത്തിന്റെ 97% പൊല്യൂട്ടഡ് വാട്ടർ, അതിന്റെ 2.5% മാത്രമാണ് നമുക്ക് കുടിക്കാൻ യോഗ്യമായത്. നമുക്കറിയാം, പല രാജ്യങ്ങളിലും വെള്ളം പോലുമില്ല, ശുദ്ധവെള്ളമില്ലാത്ത രാജ്യങ്ങളിൽ നമ്മൾ 120ാം സ്ഥാനത്തെ വെള്ളമാണ് കുടിക്കുന്നത്. ഗൂഗിളിൽ ചെക്ക് ചെയ്താൽ അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ 60% വെള്ളമാണ്. വെള്ളം എങ്ങനെ ശുദ്ധി ആക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, തിളപ്പിച്ചാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പോൾ തിളപ്പിക്കുമ്പോൾ അതിലുള്ള പല ബാക്ടീരിയാസും ഡെഡായിപ്പോകും. നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയാസൊക്കെ ഡെഡായിപ്പോകും. ഡെഡ് വാട്ടറാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പോൾ നമുക്ക് ശുദ്ധീകരിക്കാനുള്ള ടെക്നോളജിയൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ അടുത്തടുത്ത് വീടുകൾ വന്നതുകൊണ്ട് വെള്ളത്തിൽ ഈക്കോളി ബാക്ടീരിയ, കോളിഫോം ബാക്ടീരിയ അത് നമ്മുടെ ടോയ്ലറ്റിൽ നിന്നും അത് ഔട്ട് വഴി നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിലേക്ക് വരുവാൻ സാധ്യതകളേറാണ്. അപ്പോൾ ഈക്കോളി ബാക്ടീരിയ, കോളിഫോം ബാക്ടീരിയ ഒരു 20 മിനിറ്റ് കണ്ടിന്യൂസ് തിളപ്പിക്കുക. നൂതനമായിട്ടുള്ള ആ ടെക്നോളജി എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് രശ്മികൾ കടത്തിവിട്ട് ഈ ഈക്കോളി ബാക്ടീരിയ, കോളിഫോം ബാക്ടീരിയയൊക്കെ കിൽ ചെയ്യുന്ന ടെക്നോളജി. കൂടാതെ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ബ്ലഡിന്റെ pH എന്ന് പറഞ്ഞാൽ 7.4 ആണ്. നമുക്കറിയാം, നമ്മുടെ ആ ഹൈഡ്രജൻ, പവർ ഓഫ് ഹൈഡ്രജൻ, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ, pH. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇപ്പോൾ നിലവിലുള്ള വെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും, ഏകദേശം 5.5 അത്രയും വന്ന് നിൽക്കും pH. പക്ഷേ നമുക്കറിയാം, നമ്മുടെ ശരീരം അസിഡിക് ആവുമ്പോൾ നമുക്ക് കൂടുതൽ രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ശരീരം ആൽക്കലൈൻ ആകുവാനായിട്ട് ആൽക്കലൈൻ ഫുഡുകൾ നമ്മൾ കഴിക്കേണ്ടതുണ്ട്. പൊതുവെ നമ്മൾ മനുഷ്യൻ 80% വെജിറ്റേറിയനും 20% നോൺ വെജ്. അതൊക്കെ മാറ്റി നേരെ ഓപ്പോസിറ്റ് 80% മീനും മാംസങ്ങളും പച്ചക്കറി ഏകദേശം 20% എന്ന അവസ്ഥയിലേക്ക് മാറി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരം അസിഡിക് ആവുമ്പോൾ നമ്മളുടെ നേരത്തെ പറഞ്ഞ pH ഏകദേശം 4.5-5 വരും മാത്രമേ ഉണ്ടാവും. നേരത്തെ അത് 7.5 വന്നാൽ മാത്രമേ നമുക്ക് ആൽക്കലൈനായിട്ട് നമ്മുടെ ശരീരം ആരോഗ്യമായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് pH 7.5, 8.5 വരെയുള്ള വെള്ളമാണ് നമ്മൾ നിലവിൽ കുടിക്കേണ്ടത്. എന്തൊക്കെ രോഗങ്ങളാണോ ശുദ്ധമല്ലാത്ത വെള്ളം കുടിക്കുമ്പോൾ വരുന്നത്, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ്, അതുപോലെയുള്ള പല അസുഖങ്ങളും വരുന്നത് ശുദ്ധമല്ലാത്ത വെള്ളം കുടിക്കുമ്പോഴാണ്. ആൽക്കലൈനായിരിക്കുമ്പോൾ നമ്മുടെ ശരീരം എപ്പോഴും ആരോഗ്യം ആയിരിക്കും. അത് നമ്മുടെ വെള്ളം ആൽക്കലൈൻ ആണോ അസിഡിക് ആണോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും. നിലവിൽ നമുക്ക് ലാബിൽ നിന്ന് അതിനുള്ള പേപ്പറുകൾ ഉണ്ട്, കെമിക്കൽസ് ഉണ്ട്. അത് നമുക്ക് വെള്ളം ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും വീട്ടിൽ നമുക്ക്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളുടെ ടെക്നീഷ്യന്മാർ റെഡിയാണ്. നമ്മൾ വീട്ടിൽ വന്ന് അതിൻ്റെ pH, അതിൻ്റെ ആൽക്കലൈൻ ആണോ, അതിനുള്ള നിങ്ങളുടെ വെള്ളത്തിൻ്റെ എന്ത് പ്രോബ്ലം ആയാലും അതൊക്കെ മാറ്റാനായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾ റെഡിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.